ഈയിടെയായിട്ട് പേഷ്യൻസ് പലരും പറയാറുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല, സന്ധികൾക്ക് അവിടെയൊക്കെ വേദന കാണുന്നുണ്ട്, അതേപോലെ വയറ് വീർത്ത് വരിക, ഗ്യാസ് നെഞ്ചിരിച്ചിട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ട്. അതേപോലെ ചില ആൾ പറയാറുള്ളത് കുറച്ച് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് മതിയെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈലൻ്റായ എനിമി ഒളിഞ്ഞു കിടക്കുന്നതാവാം, നിശബ്ദനായ ശത്രു. അതിന് പറയുന്ന പേരാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ നീർക്കെട്ട് ഉണ്ടായിട്ട് അത് ദീർഘകാലം നിൽക്കുന്ന അവസ്ഥ. നമുക്കറിയാം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉള്ളിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ അത് ബോഡി അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഫ്ലമേഷൻ. അവിടെ ചൂടുണ്ടാവുന്നു, അവിടെ വീക്കം ഉണ്ടാവുന്നു, എന്നിട്ട് ഒരു സമയം പരിധി കഴിയുമ്പോഴേക്കും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് സൈലൻ്റ് ആവുന്നു. ചില ആളുകൾക്കെങ്കിലും ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് മാറിപ്പോവാതെ ശരീരത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഒരു പരിധി കഴിയുമ്പോഴേക്കും അതിങ്ങനെ മാറി സൈലൻ്റായി പോകണം. പക്ഷെ അത് പലപ്പോഴും ചില ആളുകൾക്ക് പോകാതെ അത് തങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ഷുഗർ, ഡയബറ്റീസ്, അതേപോലെ ഹാർട്ട് ഡിസീസ്, ഈ ഹൃദ്രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ഈ ജോയിൻറ്റുകൾ നീര് വരുന്ന അവസ്ഥ ഉണ്ടാവുക, ക്യാൻസർ പോലുള്ള, ഡിപ്രഷൻ പോലുള്ള എല്ലാ അസുഖങ്ങളുടെയും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാം സൈലൻറ്റ് കില്ലർ എന്നാണ്. അത് നിശബ്ദനായ കൊലയാളി. ശരീരം അറിയാതെ തന്നെ ഉള്ളിലേക്ക് കടന്ന് അത് ശരീരത്തെ ഓരോ ടിഷ്യൂസും ഡാമേജ് ചെയ്ത് കളയുന്നൊരവസ്ഥ. ഈ പറയുന്നൊരു കണ്ടീഷൻ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സിക്കുകയും അതിൻ്റെ മറ്റൊരവസ്ഥയിലേക്ക്, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരാനിരിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ തടയാൻ വേണ്ടി കഴിയും. വന്ന അസുഖത്തിനെ പരമാവധി കൺട്രോൾ ചെയ്ത് ഫർദർ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും.